ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ലാലേട്ടൻ്റെ തുടരും കണ്ടു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് റിവ്യൂവിൻ്റെയോ റെസ്പോൺസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കാണാവുന്ന സിനിമയാണ് തുടരും. എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇറങ്ങി വന്ന സിനിമ കൂടിയാണ് ലാലേട്ടൻ്റെ തുടരും. തരുൺ മൂർത്തി ഒരു കിഴുതൻ ഫാൻ ബോയ് ട്രീറ്റ് തന്നെയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഫാമിലി മാനായിട്ടുള്ള പെർഫോമൻസ് ആണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. ഇതാണ് നമ്മുടെ ലാലേട്ടൻ. ഈ ലാലേട്ടനെ കാണാനാണ് നമ്മൾ ആഗ്രഹിച്ചതും. 2 മണിക്കൂർ 45 മിനിറ്റുള്ള സിനിമയിൽ മുഴുവനും ലാലേട്ടൻ തന്നെയാണ് സ്ക്രീൻ ടൈം കൂടുതൽ. ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ ഷോ എന്നൊക്കെ പറയാം. ലാലേട്ടനൊപ്പം എടുത്തു പറയേണ്ടതാണ് ഇതിലെ വില്ലൻ ക്യാരക്ടേഴ്സ്. അതിലെ മെയിൻ വില്ലൻ പുതുമുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി. അത്തരത്തിലുള്ള പീക്ക് പെർഫോമൻസ് ആണ് സിനിമയിൽ പുള്ളി കാഴ്ചവെച്ചത്. ബിനു പപ്പുവും അടിപൊളിയായിരുന്നു. ശോഭന ലാലേട്ടൻ കോംബോ സീനുകളും കൊള്ളാം. അങ്ങനെ സിനിമയിലുണ്ടായിരുന്ന എല്ലാവരും അവർക്ക് കൊടുത്ത റോൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തരുൺ മൂർത്തിയുടെ മേക്കിങ്ങും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തരുൺ മൂർത്തി, ലാലേട്ടൻ, അവരോടൊപ്പം വേറെ ഒരാളുടെ പേര് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ഇമ്പാക്റ്റ് പുള്ളി സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജക്സ് ബിജോയാണ്. സോങ്സ് ആയാലും BGM ആയാലും എല്ലാം സിനിമയ്ക്ക് നല്ല ആപ്റ്റായിട്ടുള്ളതായിരുന്നു. മൊത്തത്തിൽ തുടരുമെന്ന ഈ ചിത്രം എല്ലാവരെയും, അതായത് ഫാമിലി ആയിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, ലാലേട്ടൻ ഫാൻ ആയിക്കോട്ടെ, എന്തിന് ലാലേട്ടൻ ഹേറ്റേഴ്സ് കൂടി ആയിക്കോട്ടെ, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരും മിസ്സാക്കാതെ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. മാക്സിമം സ്പോയിലറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കാണാൻ നോക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ചിത്രം കണ്ടവരൊക്കെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.